സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ബേറ്റ എന്ന് പറഞ്ഞ വേർഷനാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. കുറച്ച് സമയം ലോഡായി വരാൻ. നമ്മളിത് നോക്കുന്നത് ഫസ്റ്റ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണുള്ളൂ. നമ്മൾ ഗെയിം സ്റ്റാർട്ടായി. ഓക്കെ, നമ്മളിനി പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവിടെ ടെമ്പിൾ ഉണ്ടോ? ഡെസേർട്ട് ടെമ്പിൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഡെസേർട്ട് ടെമ്പിൾ ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല, കാരണം ഇതത്ര ഡെസേർട്ട് ഏരിയ അല്ല. ഇത് ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ളൊരു സാധാ പ്ലേസാണ്. ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആക്ച്വലി ഇവിടെ വേൾഡ് തന്നെ അല്ല, വേൾഡ് ഒന്നും കാണാൻ തന്നെ അല്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഫുള്ള് ലാവയാണ്. ഒരു സ്ഥലം കണ്ടുപിടിക്കാം. ലോഡാവണില്ലല്ലോ, അത് ലോഡായി വരുന്നില്ല. നമുക്കിന്ന് അണ്ടർഗ്രൗണ്ട് ഹൗസ് ഉണ്ടാക്കാം, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ വാട്ടർ അക്വാറിയൊക്കെ പോലെ ഒരു ഹൗസ്. ഇത് സർവൈവൽ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സർവൈവലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര പാടേക്കാരം. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് താഴത്ത് പോയിട്ട് ഓരോരോ കട്ട വെച്ച് വെച്ചിട്ടുണ്ടാക്കാം. അത്യാവശ്യം കുറച്ച് വീതി മതി. ഓക്കെ, ഇവിടെ ഫുള്ള് പുല്ലായതുകൊണ്ട് വെക്കാൻ കുറച്ച് പണി ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയൊരു വീട് പോലെ, വലിയ സെറ്റപ്പ് അതൊന്നും വേണ്ട. അങ്ങനത്തെ നടക്കില്ല ഇവിടെ. പക്ഷേ ഇങ്ങനത്തെ ഏരിയയിൽ അങ്ങനത്തെ ലൈറ്റ് ഒന്നും വർക്കാവില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ്, ഇങ്ങനെ ഒരു വളഞ്ഞൊരു ഹൗസാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ അതിൽ പറയേണ്ടത് ചെറിയ ഗ്ലിച്ചൊക്കെ ഉണ്ടാവും. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള വീടുകാരുണ്ടാവുക. കുറേ സമയം എടുക്കുന്നുണ്ടാക്കണേ, കാരണം അണ്ടർഗ്രൗണ്ട് വെള്ളത്തിലല്ലേ. പിന്നെ ഇത് ഗ്ലിച്ചുണ്ട് നല്ലോണം. ഓക്കെ, ഇത്ര ഒരു സൈസ് മതി. ഇതെന്താണ്? ഓക്കെ, നമുക്ക് ചെറിയൊരു ഉയരം, ഭയങ്കര ചെറിയ ഉയരം മതി. അതായത് ഇതിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ്, അതായത് ഈ ക്യാരക്ടറിൻ്റെ ഹൈറ്റിലുള്ളതൊക്കെ മതി. ഇത്രയൊക്കെ മതി. ഇമോട്ട് ഉണ്ട്, നമുക്ക് ഇമോട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൽ ഇമോട്ട് ആക്ടിവേറ്റ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു രസം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ച് മൈനിങ് ചെയ്യാനുണ്ട്. സർവൈവൽ മൈനിങ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇതിലൊന്നും ചെയ്യണ്ട. ഇതിപ്പോൾ ഇത്ര ഇനി കുറച്ചും കൂടി വെക്കണം. മുകളിൽ ഗ്ലാസ് വെക്കാനാണ് ഞാൻ നോക്കുന്നത്. ഗ്ലാസ് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വ്യൂ കിട്ടും.
നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാം. ലാസ്റ്റത്തെ ഒരു എൻഡിങ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അതാണ് ഇതിന് ത്രില്ലിങ് ഉണ്ടാവുള്ളൂ. ഓ നമ്മുടെ ഇതിൽ സോംബിയും ഹസ്കൊക്കെ ഉണ്ട്. വാട്ടർ സോംബി ഇതിനെ കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ നശിക്കും. ഇത് ചാവില്ലല്ലോ. ചാവില്ല, നമുക്ക് സോഡ് എടുത്തിട്ട് അയൺ സോഡ് നല്ലത്. ഇവിടെ രണ്ട് വെടിയല്ല, രണ്ട് വര, രണ്ട് പൂള്. ഇങ്ങനെ വരിക്ക് വെക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് തീരും. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ഭാഗം മാത്രം കൂടി ഉള്ളൂ. അതുകൂടി നമുക്ക് മുകളിൽ റൂഫ് വെക്കാം. പിന്നെ അകത്ത് വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്കത് സ്പോഞ്ച് കൊണ്ട് വരച്ച് കളയാം. വലിയ മീനുകളൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ കൊടുക്കണം. നമുക്ക് സർവൈവലിൽ മാറിക്കണം. നമുക്ക് തിന്നാൻ ഭക്ഷണം കിട്ടും. ഓക്കെ, അപ്പം നമ്മളെ വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഈ പുല്ലൊക്കെ പറിച്ചിട്ട് നിൽക്കാം. എന്നിട്ട് ഇവിടുത്തെ ഈ ബ്ലോക്കൊക്കെ വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ടൈൽസ് പോലത്തെ ഒരു ബ്ലോക്ക് വെക്കാം. നല്ല കട്ടിയുള്ളൊരു, നമുക്ക് വലിയ ഡാമേജ് ഒന്നും വരാത്തൊരു ടൈൽ. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഇനിയും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ പറിച്ച് കളയും. ഓക്കെ, ഇവിടെ ഫുള്ള് വൃത്തിയായി. നമുക്ക് എന്നിട്ട് ഇതാ ഈ ഒരു ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഈ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് വെക്കാം. ഇതേതാ ബ്ലോക്ക് നമുക്ക് നോക്കാം. സാൻഡ് സ്റ്റോൺ. ഓക്കെ, സ്മൂത്ത് സാൻഡ് സ്റ്റോൺ ആണോ നോക്കട്ടെ. ഓക്കെ, തന്നെയാണ്. ഓക്കെ, നമുക്ക് റൂഫ് വെക്കാം. അതിന് മുന്നേ ഇത് ഗ്ലാസ്, ഒരു വൈറ്റിഷ് കളർ ഗ്ലാസ് എടുക്കാം. എന്നിട്ട് ഈ മീനൊക്കെ കൊല്ലണം, അല്ലെങ്കിൽ വീടുകൾ പെട്ടുപോയാൽ പിന്നെ ആകെ അലമ്പാവും. ഇങ്ങനത്തെ കുറേ മീനുകൾ കഴിച്ചത് വേറെ ഒരു പിന്നെ അത് മീനുകളെ വീടാവും. നമ്മൾ പിന്നെ പുറത്താവും. വേണ്ട. ഓ ഡോൾഫിൻ ഉണ്ട് അവിടെ. ഓ ഡോൾഫിൻ. ഓക്കെ, ബില്ല് പോവാ. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് കൊടുത്താലേ നമുക്ക് വീട് പെട്ടെന്ന് റെഡി ആവുള്ളൂ. എന്നിട്ട് ഒരു ഹോള് വെക്കണം, എന്നാലേ നമുക്ക് ഉള്ളിൽ പോയിട്ടാണ് സ്പോഞ്ച് കൊണ്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ പറ്റും. വറ്റിച്ചെടുക്കൽ കുറച്ച് പണിയാണ്. ഓക്കെ, നമ്മൾ ഈ ഹോളിൽ കൂടെ ഇറങ്ങി പോവാം. നമുക്ക് ഈ ഹോളിൽ കൂടെ ഇറങ്ങി പോവാം. ഈ ഹോള് പുറത്താണല്ലോ. ഓക്കെ, നമ്മൾ ഹോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പോഞ്ച് കൊണ്ട് ഫുള്ള് വറ്റിച്ച് നമുക്ക് പിന്നെ പൊട്ടിച്ചോളാം. സ്പോഞ്ച് ഈ കൂട്ടത്തിലല്ലേ? ഏത് കൂട്ടത്തിലല്ലേ? ഈ സ്പോഞ്ച് നമ്മൾ ഓക്കേതാ. എൻ്റെ സ്റ്റോൺ സ്പോഞ്ച് നമുക്ക് സ്പോഞ്ചാണ് വേണ്ടത്. നമുക്ക് ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ
ഓ ഓരോ സ്പോഞ്ച് ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേന് അത് ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കും. ഇത് കാണുന്നില്ല, അതിങ്ങനെ വറ്റി പോണുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒന്നും നടക്കില്ല, അപ്പം നമ്മൾ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യണം. ഒന്നും കാണുന്നില്ലല്ലോ. പാളിയോ, ഇതൊന്നും സംഭവിക്കണില്ല. എന്താ ചെയ്യാ? നമുക്ക് അക്കോറാക്കില്ല. ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് അകത്ത് നമുക്ക് സീ ലാൻഡ് നോക്കാം. സീ ലാൻഡ് സീലാൻഡ് ഓരോരോ ഭാഗത്തായിട്ട് നോക്കാം. ഇവിടെ ഓട്ട ഫില്ലായല്ലോ. ഇവിടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നോക്കാം. ഇതിനൊരു പ്രത്യേക ഫിനിഷിംഗ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് മീനുകളൊന്നുമില്ല, ഇതിൻ്റെ പുറത്ത് മാത്രമുണ്ട്. നമുക്കിനി ഈ മുട്ടകളൊക്കെ ഉണ്ടാവും. അതായത് ഈ ജന്തുക്കളെ മുട്ട അതൊക്കെ വിരിയണമെങ്കിൽ അതിൻ്റെ മുട്ട കാണാം, പക്ഷെ അത് കാണാനില്ല. സ്പോൺ എവിടെ സ്പോൺ? മോബെക്സ്. നമുക്ക് മോബെക്സിൽ ചിക്കൻ സ്പോൺ ഗൗസ്. നമുക്ക് ചിക്കൻ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ചിക്കനൊക്കെ ഇത് വർക്കാവും അല്ല, ചിക്കന് ചാവൂലേ ഇവിടെ കഴിക്കുമ്പോൾ? അയ്യോ, പുറത്തേക്ക് ക്ലോസ് ചെയ്തു. ഈ ചിക്കന് ചാവുണ്ട്. ചിക്കന് വെള്ളത്തിലിട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വേറെ നോക്കട്ടെ. ഇതെന്താ സ്നിഫർ എഗ്? ഈ സ്നിഫർ എഗ് എനിക്ക് പറ്റുന്നത്. സ്നിഫർ എഗ് മുളച്ചാൽ സ്നിഫർ എഗ്ഗില്ലേ ജീവൻ വന്ന എന്ത് ജന്തോ നോക്കാം. എന്താണ് സ്നിഫർ എന്ന് പറയണല്ലോ. കുറേ ചിക്കനൊക്കെ ഇടാം. ചിക്കനൊക്കെ കളക്ട് ചെയ്യാം. രണ്ട് ചിക്കനൊക്കെ ഒരു റോ ആയിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഓരോ ചിക്കനും കളക്ട് ചെയ്യാം. പ്രത്യേകിച്ച് എനിക്കിവിടെ വല്ല ഗുണമൊന്നുമില്ല. ഞാനിവിടെ ഫിഷസിനെ സ്പോൺ ചെയ്യട്ടെ. നല്ല ഫിഷസ് ഉണ്ടാവും. ഓക്കെ, എന്താ ഫ്രോഗ് സ്പോൺ, സീ ടർട്ടിൽ, വാഡോറൻറ്റ്, ഒബ്സിഡിയൻ. ഗൈസ്, നമുക്ക് എൻ്റെ പോർട്ടൽ വരെ, എൻ്റെ പോർട്ടലല്ല, നെതർ പോർട്ടൽ വരെ പോയിട്ട് വരാം. ചിക്കനല്ലല്ലോ, ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പുറത്തേക്ക് പോട്ടെ. ഇപ്പോൾ തന്നെ രാത്രി നമുക്കൊരു ബെഡ് ഇട്ട് കടന്നുറങ്ങാം. രാവിലെ അത് കുറേ നേരം എടുക്കും. ഓക്കെ, അപ്പോൾ രാവിലെ നമുക്ക് ഇനി ഒബ്സിഡിയൻ എടുത്ത് വെച്ചിട്ട്, സോംബി ഒന്നും ചാവില്ലല്ലോ, ഒബ്സിഡിയൻ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാം. ഫ്രൈയിങ് ഒബ്സിഡിയൻ്റെ ഉപകാരം നമുക്കറിയാം. ഈ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ വേണം. ഓക്കെ, ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സിഡിയൻ അല്ല, നമ്മൾ ഈ എൻ്റെ പോർട്ടൽ
നമ്മൾ നെതർക്ക് പോയി എനിക്കിനി എൻ്റർ പോർട്ടൽ നമുക്കിനി എൻഡ് പോർട്ടൽ ഉണ്ടാക്കണം. ഇതിപ്പോൾ നെതർ പോർട്ടലാണ്. നെതർ ഫോർട്രസിൽ നമുക്ക് എത്തണം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇതൊരു സ്ഥലം. ഓ ഇവരെ പിഗ്മെൻ്റ് അടുത്തൊക്കെ ഗോൾഡൻ ഫോഡൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുക്കണേ നമുക്ക് സർവൈവല് നല്ല ഉപകാരപ്പെടും. ഞാൻ ഓടെ അന്വേഷിക്കണേ. നമുക്ക് എൻഡ് പോർട്ടൽ ഉണ്ടാക്കാം. ഇത് വർക്കാവാത്ത. ഓക്കെ, എൻഡ് പോർട്ടലാണ്. എൻഡ് പോർട്ടൽ ഈസ് മിസ്സിംഗ്. അതിനത് നമുക്ക് എങ്ങോട്ടും വാങ്ങാൻ പറ്റില്ല. നമുക്ക് സെർച്ച് ചെയ്യാം. എൻഡ് പോർട്ടൽ. ഓക്കെ, എൻഡ് പോർട്ടൽ നമുക്ക് വേണ്ടത് എൻഡർ ഐയും എൻഡർ ഐ എൻഡർ വേണം. നമുക്ക് എൻഡർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു വെക്കേണ്ട ഒരു സ്റ്റൈല് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സൈഡിൽ 4 ബ്ലോക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് ഈ ഐയൊക്കെ എടുത്ത് ഇതിന് വെക്കുക. അപ്പോൾ ഇത് വർക്കാവൺ. ഓക്കെ, നമ്മുടെ എൻഡ് പോർട്ടൽ റെഡി ആക്കണം. നമുക്ക് എൻഡ് പോവാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ എൻഡിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ ഇതൊരു സ്ഥലം എൻഡർ ഡ്രാഗൺ. നമ്മൾ പുറത്തേക്ക് പോകട്ടെ. ഇതൊക്കെ ബ്ലോക്കൊക്കെ കട്ട് ചെയ്ത് പോവാം. ഓ സത്യം, നമുക്ക് എൻഡർ ഡ്രാഗണെ കൊല്ലാം. എൻഡർ ഡ്രാഗണെ കൊല്ലാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ പോലത്തെ സാധനം നമുക്ക് പൊട്ടിച്ച് കളയണം. എങ്ങനെ പൊട്ടിച്ച് കളയാം? എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്? ഇതൊന്നും ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ ഇതിൻ്റെയൊക്കെ ഫയർ കളയാം. ഈ ബാറ്റത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഇത് അത്ര കണ്ട് ബ്ലോക്കൊന്ന് പൊട്ടിക്കാൻ ഭയങ്കര പണിയാണ്. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇത് ഓഫാവാത്ത ഓഫാകുന്നതെന്താ കേടരാം. ഞാൻ ഏതെങ്കിലും ബ്ലോക്ക് എടുത്ത് കളിച്ചോട്ടെ. ഓ അങ്ങനെ ചെയ്യണമല്ലേ, എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയണം, അല്ലെങ്കിൽ എൻഡർ ഡ്രാഗൺ എനർജി ഇതിൽ വന്നാൽ കിട്ടുന്നത്. അതും പൊട്ടി. ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞാലേ നമുക്ക് എൻഡർ ഡ്രാഗണെ പെട്ടെന്ന് കൊല്ലാൻ പറ്റുള്ളൂ. അതും പൊട്ടി. ഓ ഇതൊക്കെ ചിലതൊക്കെ കേജിൽ കാണാം. ഈ കേജിലുള്ളത് ഭയങ്കര പവർഫുള്ളായി കാരണം നമുക്കതൊക്കെ ഉണ്ട്. നമുക്ക് കേജൊക്കെ കൈ കൊണ്ട് തന്നെ വലിച്ച് പൊട്ടിക്കാം. ഇനിയുണ്ടോ? അതില്ല. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് ഇനി സ്വോർഡ് എടുത്തിട്ട് എൻഡർമാനെ ചന്നം പിന്നെ മുറിച്ച് കളയാം. ഇവിടെ ഇരിക്കുക. ഇപ്പം എൻഡർമാനെ നമ്മളിത് എന്താ പറയുക, ഈ പവറുള്ള ഈ തീയൊന്നും കേടെത്തിയില്ലെങ്കിൽ എൻഡർ ഡ്രാഗനെ കൊന്നാലും അത് പറന്നു പോയി അത് പിന്നെ എനർജി എടുക്കും. ഓ നമുക്കിനി പെട്ടെന്ന് ഈ സ്വോർഡ് മാറ്റാം. നമുക്ക് നെതറൈറ്റ് സ്വോർഡ് മതി. നല്ല പവർഫുള്ളി വരും. എൻഡർമാൻ നേതാവാണ് ഈ എൻഡർ ഡ്രാഗൺ. ഇപ്പൊ തന്നെ എൻഡർ ഡ്രാഗണിന്റെ ഹെൽത്ത് കുറേ പോയി.
എൻഡർ ഡ്രാഗണെ കൊല്ലാൻ അത്ര വലിയ സിമ്പിൾ കാര്യമൊന്നുമില്ല. ഇപ്പം എൻഡർ ഡ്രാഗൺ എനർജി കിട്ടാവുന്നില്ല, ഒക്കെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു. എൻഡർ ഡ്രാഗണെ മോനെ വാടാ, എൻഡർ ഡ്രാഗൺ മടുത്തില്ലേ? നമുക്ക് എൻഡർ ഡ്രാഗനെ പിന്നാലെ പോയി കൊല്ലാം. എനിക്കിപ്പോൾ കിട്ടി. മോനെ ബാ എൻഡർ ഡ്രാഗനെ. ഓക്കെ, എൻഡർ ഡ്രാഗൺ ഒന്നു അടിച്ചു ഹെൽത്ത് ഒക്കെ കുറയട്ടെ. ഓ ശേ, എൻഡർ ഡ്രാഗന് പിന്നാലെ പോകണം, അല്ലെങ്കിൽ വേണ്ട. എൻഡർമാനെ കൊല്ലാതെ വരാം. എൻഡർമാൻ ടെലപ്പോർട്ടാവും, അത് ഭയങ്കര പ്രശ്നം. മോനെ വാ, മോനെ നീ എവിടെയാടാ? എൻഡ്രാഗൺ വരില്ലല്ലോ. എൻഡർമാൻ ടെലപ്പോർട്ടായി. ഓ മൈ ഗോഡ്, ഷേ എനിക്ക് ഹെൽത്ത് ഉണ്ട്, ഫുള്ള് കുറക്കാൻ പറ്റില്ല. അത് കുറേ സമയം വേണ്ടി കഴിഞ്ഞ്. എൻഡർ ഡ്രാഗൺ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല. അങ്ങനെ എൻ്റെ ഹെൽത്ത് ഫുള്ള് തീരുന്നവരെ നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പം എൻഡർ ഡ്രാഗൺ പറയുമ്പോൾ കണ്ടില്ലെങ്കിൽ അവിടെ വന്നു നിൽക്കും. ഓ ഞാൻ കുറച്ചും കൂടെ ഉള്ളു. ഒന്ന് പൊങ്ങുക, ഒന്നുകൊണ്ട് പൊങ്ങിയാൽ എൻഡർ ഡ്രാഗൺ പോരും. ഏതാ വരുന്നു? ഓ ഗയ്സ്, ഒരിറ്റു കൂടി എൻഡർ ഡ്രാഗൺ വന്നാൽ ഇത് തീരും. ഓക്കെ, എൻഡർ ഡ്രാഗൺ ഫുള്ള് തീർന്നു ഗയ്സ്. യെസ്, സക്സസ്. എൻഡർ ഡ്രാഗൺ ഓടാ. എൻഡർ ഡ്രാഗണിന്റെ ചാരം ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊട്ടിക്കണം. എൻഡർ ഡ്രാഗണിന്റെ എഗ്ഗാണ്. നമുക്ക് എൻഡർ ഡ്രാഗണിന്റെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് പോകണോ? പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പറ്റില്ല. കാരണം എൻഡർ ഡ്രാഗണിന്റെ ദേഷ്യം എൻഡർമാനെ നമ്മളെ മേത്ത് കളഞ്ഞു പോകുന്നത്. പിന്നെ എനിക്കൊന്ന് സാധാ വേൾഡിലേക്ക് പോകണം ഗൈസ്. നമ്മൾ പോയപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മുടെ മൂത്ത് സെന്റിമെന്റ്സ് ഇടാൻ വരുന്നു. നമ്മളത് നോക്കിയിരിക്കുന്നു. 100 നമ്മുടെ പേര് 100 എന്നല്ലേ? ഇതൊന്നും വേണ്ട. അങ്ങനെ വലിയ ഒരു സഞ്ചാരം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. നമ്മൾ മൈൻക്രാഫ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇനി അടുത്ത പാർട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബൈ ബൈ, സി യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക.